ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഡെൻഡ്രോബിയം ഓർക്കിഡ്, ഫെലനോപ്സിസ് ഓർക്കിഡ് എന്നിവയ്ക്ക് കൊടുക്കുന്ന ഒരു വളപ്രയോഗത്തെക്കുറിച്ചാണ്. എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് വരുന്ന സ്ലറി ഞാൻ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇവയ്ക്ക് അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇതേപോലെ ഒരു ബക്കറ്റിൽ ഈ സ്ലറി ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിൽ ഇതുപോലെ ഓർക്കിഡ് പ്ലാന്റ് എടുത്ത് ഇങ്ങനെ മുക്കി 5 മിനിറ്റ് നേരം ഞാൻ വയ്ക്കും. ഇങ്ങനെ വെച്ചതിന് ശേഷം അത് വീണ്ടും മാറ്റി അതേ പോട്ട് അവിടെ തന്നെ പ്ലാന്റ് ചെയ്യും. അതുപോലെ എല്ലാ പോട്ടുകളും എടുത്തിട്ട് ഞാനിങ്ങനെ ബക്കറ്റിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് എനിക്ക് നല്ല റിസൾട്ടാണ് തരുന്നത്. ഇതേപോലെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേരുകളുമ്മലും ഇതിൻ്റെ പോട്ടിംഗ് മിശ്രിതത്തിലൊക്കെ ഈ വെള്ളം, ഈ ഫെർട്ടിലൈസർ പിടിച്ച് ചെടികൾക്കൊക്കെ നല്ല റിസൾട്ട് തരാറുണ്ട്. നല്ല ഗ്രോത്തിനും നല്ല സ്പൈക്കുകളും പൂക്കളൊക്കെ ഉണ്ടാവാനും ഇത് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയേറെ ഗുണം ലഭിക്കുന്നുണ്ട്. ഞാനിത് 2 ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ വെള്ളം ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സ്പ്രെയറിൽ ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ഫെലനോപ്സിസ് ഓർക്കിഡുമേലത്തൊക്കെ പൂക്കൾ കഴിഞ്ഞ സമയമാണ്. ഇതിൽ എല്ലാത്തിൻ്റെയും സ്പൈക്കുകൾ വന്ന തണ്ടുകൾ ഞാൻ മുറിച്ച് കളയാതെ ഇങ്ങനെ നിർത്തും. അതിൻ്റെ അറ്റത്ത് ചെറിയ ചെറിയ മൊട്ടുകൾ വന്നത് പിന്നെയും എനിക്ക് പൂക്കൾ ലഭിക്കാറുണ്ട്. ഈ തണ്ടുമെന്ന് തന്നെ എനിക്ക് ചെടികളും ഇതിൻ്റെ പ്ലാന്റ്സുകളും ചെറിയ പ്ലാന്റ്സുകളും ഉണ്ടായി കിട്ടാറുണ്ട്. അത് ഞാൻ ചെറിയ പ്ലാന്റ്സൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുമുണ്ട്. ഇതേപോലെ ബക്കറ്റിൽ വെള്ളത്തിൽ ഞാൻ മുക്കി വീണ്ടും അതേ സ്ഥാനത്ത് പോട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ പ്ലാന്റിലെല്ലാത്തിലും നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇതെനിക്ക് വളരെ ഉപകാരമുള്ള ഒരു ഫെർട്ടിലൈസറാണ്. പിന്നീട് ഞാൻ ഈ വെള്ളം തന്നെ ഞാൻ സ്പ്രെയറിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ ചെടികളുടെ ഇലമേലും തണ്ടുമേലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഇതേപോലെ നല്ല സ്പൈക്കുകളോട് കൂടിയ ഡെൻഡ്രോബിയം ഓർക്കിഡുകളും ഫെലനോപ്സിസ് ഓർക്കിഡുകളും നന്നായി കിട്ടാറുണ്ട്. പ്ലാന്റ്സിനും ഒരു കേടും ഉണ്ടാവാറില്ല. നല്ല പ്ലാന്റ്സുകളായിട്ട് ഹെൽത്തി ആയിട്ടും